നമസ്കാരം. നമ്മളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉത്തരവാദിത്തപ്പെട്ടവർക്കൊരു പരാതി കൊടുക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കും അതിനൊരു പരിഹാരം ലഭിക്കുന്നതും കാത്ത് നമ്മൾ ഇരിക്കുക. പരാതി കൊടുത്ത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുമുണ്ടാവാം. എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വാട്സാപ്പ് വഴി പരാതി നൽകുകയും ലഭിച്ച പരാതിക്ക് 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പരിഹാരം കാണുകയും ചെയ്തു. അവധി ദിവസമായിട്ടും കർമ്മനിരതനായിരുന്ന സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് പരാതിക്കാർ. വാട്സാപ്പ് വഴി എത്തിയ ഒരു പരാതി മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തേടി അഭിനന്ദനം അറിയിക്കുകയാണ് പരാതിക്കാരനും കുടുംബവും. വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് കാറിന് തകരാറുണ്ടായ സംഭവത്തിലാണ് സുരേഷ് ഗോപി ഇടപെട്ട് പരാതിക്കാരന് നഷ്ടപരിഹാരം നേടിക്കൊടുത്തത്. നഷ്ടപരിഹാര തുകയായ 9,894 രൂപ ലഭിക്കുകയാണ് ചെയ്തത് പരാതിക്കാരന്. ഈ സംഭവം ഇങ്ങനെയാണ്. ICICI ബാങ്കിന്റെ കോട്ടയത്തെ മാനേജരായ ജിജു കുര്യനാണ് പരാതിക്കാരൻ. കോട്ടയം പാലായിലെ കടപ്പാട്ടൂരിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഇദ്ദേഹം ഡീസൽ അടിച്ചത്. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി കാറിലെ വാർണിംഗ് ലൈറ്റുകൾ തെളിയുകയും ശബ്ദം വരികയും ഒക്കെ ചെയ്തിരുന്നു. ഡീസലിൽ വെള്ളം കയറിയതായിരുന്നു ഇതിന് കാരണം. തുടർന്ന് ഡീസൽ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി കാർ കമ്പനിയുടെ കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർന്നതെന്നായി കണ്ടെത്തിയത്. ഡീസൽ വിലയായ 3,394 രൂപയും ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കിയതിന് 6,500 രൂപയും അടക്കം 9,894 രൂപ ചെലവായെന്ന് ജെയിംസ് പറയുന്നു. ഇക്കാര്യം പമ്പ് ജീവനക്കാരെ അറിയിക്കാനായി ഫോണിൽ ബന്ധപ്പെടുകയും ആരും ഫോൺ എടുത്തില്ലെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിനെ ഈ വിവരം അറിയിക്കുന്നത്. സംഭവം പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതിയെന്നും ഉത്തരവുണ്ടായതായി ജെയിംസ് കുറിപ്പിൽ പറയുന്നുണ്ട്. സംഭവം പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്താനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതിയെന്നും ഉത്തരവുണ്ടായി. പിറ്റേന്ന് ഞായറാഴ്ച ആയിരുന്നിട്ടും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിക്കുകയുണ്ടായി. തിങ്കളാഴ്ച കാറുടമയുടെ അക്കൗണ്ടിലേക്ക് നഷ്ടമായ മുഴുവൻ തുകയും IOC ഡീലർ ജിജു കുര്യന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുകയായിരുന്നു. ജിജുവിന്റെ ഭാര്യാപിതാവായ ജെയിംസ് വടക്കൻ ഇതുമായി ബന്ധപ്പെട്ട് നന്ദി സൂചകമായി കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തും എഴുതുകയുണ്ടായി. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് ജെയിംസ് വടക്കൻ. അവധി ദിനത്തിലും ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം കത്തെഴുതിയത്. പരാതി ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ പരിഹാരം കണ്ടെത്തിയതായും 36 വർഷമായുള്ള തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്നും ജെയിംസ് വടക്കൻ കുറിച്ചിരുന്നു. തിരക്കേറിയ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും സുരേഷ് ഗോപി കാണിച്ചു തന്നത് വലിയൊരു മാതൃകയാണെന്നും ആ ശൈലി എല്ലാവരും പിന്തുടരണമെന്നും ജെയിംസ് വടക്കൻ പറയുന്നു.